അപ്പൊ ഈ ജോലി കുറെ കാലം തുടർന്നു, പിന്നെ ഉപേക്ഷിച്ചോ? ഞാൻ ഉപേക്ഷിക്കാൻ കാരണം കുട്ടികള് അല്ല, പിന്നെയും കുട്ടികൾ അവിടെ പോയതിനു ശേഷം ഉണ്ടായി? രണ്ട് കുട്ടികളും ഞാൻ അവിടെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അപ്പം ആ സമയത്ത് മോന്റെ പ്രസവം മൂന്നാമത്തെ ആളുടെ പ്രസവം കഴിഞ്ഞു. സ്വാഭാവിക പ്രസവമായിരുന്നു? നോർമൽ ആയിരുന്നു എല്ലാം, പക്ഷെ നോർമൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. 4 കിലോ ഉള്ള കുട്ടിയെ നമ്മളവിടെ നോർമൽ ആക്കുകയാണ് ചെയ്തത് ഡോക്ടർ. അതിന് കാരണമുണ്ട്, അവിടെ ഒരു ബോർഡർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ റിമോട്ട് ഏരിയയാണ്. അപ്പം ഹോസ്പിറ്റൽസ് ഒന്നും നല്ലതുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നോർമൽ ഡെലിവറീസ് ആണ് കൂടുതൽ നടക്കുന്നത്. സിസേറിയൻ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ നോർമൽ ആക്കും. അപ്പം മോൻ 4 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ നോർമൽ ആക്കിയപ്പം ഡിസ്കിന് കംപ്ലൈന്റ് വന്നു, ഡിസ്ക് പ്രൊലാപ്സ് വന്നു എനിക്ക്. അതെ, അതിനുശേഷം മൂന്നാമത്തെ കുട്ടിനെ പ്രസവിച്ചു. അതും അടുത്തടുത്തായിരുന്നു, ഇത് തമ്മിൽ അത്ര ഏജ് വ്യത്യാസമില്ല. മൂന്നാമത്തെ കുട്ടിനെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ബ്രസ്റ്റിന് ഒരു സർജറി ഒക്കെ വന്നിരുന്നു. അപ്പൊ ഈ കാലത്ത് താങ്കളുടെ ഭർത്താവിന്റെ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ എങ്ങനെയായിരുന്നു ഇന്ന് ഓർമ്മിക്കുമ്പോൾ? ഇല്ല, ഹോസ്പിറ്റലിലേക്കൊന്നും വരാതായിട്ട് അവസാനം ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞത് തന്നെയാണോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ചെലവുകളൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഫ്രീ ആയിരുന്നു ട്രീറ്റ്മെന്റും. അല്ല, അവിടെ നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ? അപ്പൊ അതൊക്കെ അയാൾ പേടിക്കുന്നുണ്ടാവില്ലേ ആ രാജ്യത്ത്? ഉണ്ടാവും, പേടിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ആൾക്കറിയാം ഞാനിത് പുറത്ത് പറയില്ലാന്ന്. ഇപ്പൊ ഇത്രയും വർഷങ്ങൾ എടുത്തില്ല ഞാനിത് പുറത്ത് പറയാൻ. ഈ കുറച്ചു കാലം ഇങ്ങനെ ഒരു അടിമപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു, അതായത് നമ്മൾ എതിർപ്പുകളൊന്നും ഇല്ലാതെ ജീവിച്ചു. അതിന് 2 കുട്ടികളുണ്ടായി, അപ്പൊ 3 കുട്ടികളായി. അപ്പൊ എപ്പോഴാണ് താങ്കൾക്ക് ഈ എതിർപ്പിന്റെ വാളൊക്കെ കയ്യിലെടുക്കണം തോന്നിയേ? അത് ഈ കുറച്ച് 2-3 വർഷത്തിന് മുന്നെയാണ് നമ്മൾ ആ എതിർപ്പിന്റെ വാള് കയ്യിലെടുക്കണം തോന്നിയത്. അതിന് കാരണം ഇത്രയും വർഷങ്ങളോളം ഞാൻ ജീവിച്ചത് ഈ 3 മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ മക്കളുടെ ജീവിതം പോലും അപകടത്തിലേക്കാവുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഈ സാർ പറഞ്ഞ വാള് എടുത്തു തുടങ്ങിയത്. അല്ല, നേരിട്ട് കയറുകയായിരുന്നു അതോ വേറെ ആരെങ്കിലും ഇടപെടുത്തുകയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും ആളെ ഒരു ചീത്തവാക്ക് വിളിച്ചതും അതുപോലെ തന്നെ കൈ ഉയർത്തി തല്ലിയതും അപ്പോഴായിരുന്നു. തല്ലിയോ? ഞാൻ എന്നെ തല്ലിയപ്പോ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തല്ലിയപ്പോ നമ്മൾ അങ്ങോട്ട് അത് ഞാൻ ഇല്ലില്ല. അത്രയും നാള് നമ്മളാണ് കൊണ്ടിരിക്കുന്ന ഒരു അടിയായിട്ട് കൊണ്ടിരിക്കുന്നത്. കാരണം ഈ തല്ല്, കാരണം ഒരു ഭർത്താവ് എന്നുള്ളത് ആലോചിക്കുമ്പോ ഭാര്യയുടെയും തിരിച്ചൊരു എണ്ണം വാങ്ങിയാൽ വലിയ ഷോക്കായിരിക്കും ശരാശരി ഭർത്താക്കന്മാർക്ക്. അതോടുകൂടിയാണ് തല്ല് നിന്നത്. അടിച്ചു നിർത്തി അല്ലേ? അല്ലാതെ പണ്ടേ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും കിട്ടില്ലായിരുന്നു. ഇത് അനുകരിക്കാൻ പറ്റുന്ന കാര്യമാണോ മറ്റുള്ളവർക്ക്? ഞാൻ പറയാണ്, അങ്ങനെയുള്ള ഹസ്ബൻഡ്സ് ഉള്ളിടത്ത് നമ്മൾ തീർച്ചയായിട്ടും അനുകരിച്ചേ പറ്റും. അല്ലാത്തടത്ത് അനുകരിക്കാൻ നിൽക്കണ്ട. വളരെ നല്ല കുടുംബം. അത് പോലീസിന്റെ അടുത്ത് അങ്ങനെ പോണെങ്കിൽ പോകാം. പക്ഷെ ഈ പോലീസിന് എല്ലാവർക്കും കിടപ്പറയിലേക്ക് പോലീസിന് കടന്നു വരാൻ ഒരുപാട് പരിമിതിയുണ്ട്. അതെ അതെ അതെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വയം പ്രതിരോധം എന്നുള്ള നിലക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാത്ത ഭർത്താക്കന്മാരെ അനുസരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും, നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇത്രയും വിഷമങ്ങളും വേദനകളും ഒക്കെ അവിടെ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് ഉമ്മയോടും ഉപ്പയോടും പറയാൻ പറ്റാതെ പോയത്? ഉപ്പാനോട് ഒട്ടും പറയാൻ പറ്റില്ല. ഉപ്പ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പൊ ഉപ്പ വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര അടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവരെ ഒത്തുചേർത്ത് കൊണ്ടുപോയി. അങ്ങനെ അവര് തമ്മിൽ അത്ര വലിയ സ്വരച്ചേർച്ച ഉള്ള ആൾക്കാരല്ല. അറിയാമായിരുന്നു? ഇല്ല, ഉപ്പാനോട് ഞാൻ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറയുന്നത് ഉമ്മാനോട് മാത്രം. ആ സമയത്ത് ഉമ്മ പറയും, സഹിക്കുമോളെ, ക്ഷമിക്കുമോളെ, മുസ്ലിമാണ്, 3 കുട്ടികളായി, നമുക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ആളുടെ ചെറുപ്പത്തിലെ തന്നെ പാരന്റ്സ് ഡിവോഴ്സ് ആയി പോയത് കൊണ്ട് നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതായിരുന്നു. താങ്കളുടെ ജോലി എപ്പോഴാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത്? 3ാമത്തെ കുട്ടിനെ പ്രസവിച്ച ശേഷമാണ്. എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ സർജറിക്ക് ശേഷം ആണ് ഞാൻ അതൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് നമ്മൾ ജോലി റിസൈൻ ചെയ്തത്. അപ്പൊ ഈ ജോലി പോയപ്പോ ഉമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതിനുശേഷമാണ് എന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് പുള്ളിക്ക് നന്നായിട്ടൊരു സാമ്പത്തിക നില വരുന്നത്. ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയ ആള്. അതിന് മുന്നേ ആളൊരു സെയിൽസ്മാൻ ആയിരുന്നു. പക്ഷെ ആ മൊബൈൽ ഷോപ്പിൽ തന്നെ വേറെ വർക്കുകളും പ്രൊജക്ടുകളൊക്കെ ഏറ്റെടുത്തിട്ടാണ് ആൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഉമ്മയുടെ സ്വഭാവത്തിൽ ഭീകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത്. പെറ്റ ഉമ്മയാണ്. ഞാനും 3 പ്രസവിച്ചതാണ്. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. ഒരിക്കലും ഞാൻ അടക്കമുള്ള ഒരു ഉമ്മമാരും മാറാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്റെ ഉമ്മ മാറി. പ്രധാനമായിട്ടുള്ള പ്രശ്നം ഉപ്പാടെ ബസ് സർവീസ് നഷ്ടം വന്നിട്ട് ബിസിനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു. ഒരു ചെറിയ ഫ്ലാറ്റിലാണ് അവരിപ്പോ താമസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീട് എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ്. അപ്പൊ ആ വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ഉപ്പാക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്റെ സാമ്പത്തികമുള്ള ഹസ്ബൻഡ്. അതായത് അവിടെ ഒരു വീട് വെക്കേണ്ടി വന്നാൽ ഡിപ്പെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതെ, കുറച്ചുകൂടെ ഭർത്താവിനോട് ചാരി നിൽക്കാം എന്ന് വിചാരിച്ചു. മരുമകനോട് അങ്ങനെ എന്തെങ്കിലും മരുമകൻ പറഞ്ഞിരുന്നോ വീടൊക്കെ വെച്ച് കൊടുക്കാമെന്നോ? മരുമകൻ പറഞ്ഞു. പക്ഷെ മരുമകൻ പറഞ്ഞത് ഞാൻ അറിയാതെയാണ് മരുമകൻ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. ഇങ്ങനെ വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ വീട് വാങ്ങിക്കൊടുക്കാന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത് ഞാൻ അറിയാതെയാണ്. അവിടെ നിന്നാണ്.
ഇല്ല, ഞാൻ ചർച്ച ചെയ്യാതെ താങ്കളുടെ ഉമ്മയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാം, ഉമ്മയ്ക്ക് ഉപ്പയ്ക്കും കഴിയാൻ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഭർത്താവ് ആലോചിച്ചു. നടപ്പിലാക്കിയത് നടപ്പിലാക്കിയെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഒരു വീടും പറമ്പും. അതെവിടെയാ? കൊടുങ്ങല്ലൂര് തന്നെ. അദ്ദേഹം ഒരു വീടും പറമ്പും. ഇതിനിടയിൽ കുറച്ച് കഥകൾ ബാക്കിയുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ പറയാം. വീടും പറമ്പും ആള് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഇവരെ പറ്റിച്ചിട്ട്, അതായത് എന്റെ ഹസ്ബൻഡിനെയും എന്റെ പാരന്റ്സിനെയും പറ്റിച്ചിട്ട് ഈ ബ്രോക്കർ കടന്നു കളഞ്ഞു. അവർ കൊടുത്ത പൈസയും പോയി, പറമ്പും വീടും പോയി. എനിക്ക് ഉമ്മാക്ക് വീട് കിട്ടുന്ന സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ എന്റെ വീട് കൊടുത്തത് കൊണ്ട് നമുക്കൊരു വിഷമം. സന്തോഷിച്ചില്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ പൈസയും എന്റെ ഉമ്മാക്ക് വീടും ഇല്ലാണ്ടാവുന്നു എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. സന്തോഷം തോന്നിയില്ല.